ഹായ് മക്കളെ, ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ മാത്സിന്റെ ലൈവ് കൊടുക്കുന്നുണ്ട്. ആ ലൈവിൽ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം എന്താണെന്നറിയോ? സാറേ, ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് പാഠങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ, അത് എവിടുന്നാ പഠിക്കുക എന്നൊക്കെ ഉള്ളതാണ് ആ ചോദ്യം. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് തമാശ ഉണ്ടെങ്കിലും നിങ്ങളൊരു 80-80 അല്ലെങ്കിൽ 40-40 ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്താണ്, ഓണപരീക്ഷയ്ക്ക് മുമ്പേ എടുത്ത പോർഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലേ? കാരണം എന്താണ്, ക്രിസ്മസ് എക്സാമിന് കൂടുതലും ഓണപരീക്ഷയ്ക്ക് ശേഷമുള്ളതാണെങ്കിൽ മുമ്പേ ഉള്ളതും എന്ത് ചെയ്യും, വരും. അപ്പോൾ അതെങ്ങനെ പഠിക്കാന്നുള്ള ടെൻഷനാണ് നിങ്ങൾക്കെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ ടെൻഷൻ മാറുകയും ചെയ്യും. മക്കളെ, ഞങ്ങൾ എന്ത് ചെയ്തു, കഴിഞ്ഞ 2-3 വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പം അതിലെന്തുണ്ട്, ഓണപരീക്ഷയുടെ ചോദ്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, മാത്സിൽ സംഭവം 80 മാർക്കിനാണ് പരീക്ഷയെങ്കിലും ഓൾമോസ്റ്റ് 108 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിലുണ്ടാവും. ഓക്കെ, ഈ 108 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ ഒരു 20 മുതൽ 25 മാർക്കിൻ്റെ വരെ എന്താണ്, ഓണപരീക്ഷയ്ക്ക് മുമ്പുള്ള ചോദ്യങ്ങളാണ്. അതായത് അരിത്തമെറ്റിക് സീക്വൻസ് എന്നും സർക്കിൾസ് എന്നും അതേപോലെ തന്നെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നും, അയ്യോ സാർ, അങ്ങനെയാണ് വലിയ കുഴപ്പമില്ലല്ലോ, ഇത് പഠിച്ചില്ലെങ്കിലും ഇതിൽ നിന്ന് തന്നെ മാർക്ക് കിട്ടുമല്ലോ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ലല്ലേ, അത് കുറേ കുട്ടിയൊക്കെ അതിൻ്റെ ആൻസർ അറിയാം, എന്താ പ്രശ്നം എന്നുള്ളത്. ഈ 80 മാർക്കിൻ്റെ മുഴുവൻ ചോദ്യങ്ങൾ എന്ത് ചെയ്യൂല, നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടണമെന്നില്ല. ഇതിന് ചിലപ്പോൾ നമുക്ക് എന്തായിരിക്കും, ഒരു 70 ചിലപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 60 സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് കുറച്ച് ഇവിടുന്ന് കിട്ടി കഴിഞ്ഞാൽ എന്താ, നമുക്ക് 80 അല്ലെങ്കിൽ 72 കിട്ടിക്കഴിഞ്ഞാൽ A+ലേക്ക് എത്താം. അപ്പോൾ എന്താണ്, ഓണപരീക്ഷയ്ക്ക് മുമ്പുള്ളത് പഠിച്ചാൽ നല്ലതാണ്. ഇത് മാത്സിൻ്റെ കേസ് മാത്രമല്ല, ഫിസിക്സിലൊക്കെ ഉണ്ട്. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം. ഇപ്പം 5-ാമത്തെയും 6-ാമത്തെയും 7-ാമത്തെയും 8-ാമത്തെയും 4 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ ഓൾമോസ്റ്റ് എന്താണ് 80-90 മാർക്കിൻ്റെ ചോദ്യം ആ 4 ചാപ്റ്ററിൽ നിന്ന് വരും. അതേ സ്ഥാനത്ത് 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും പഠിച്ചിട്ടുള്ള 4 ചാപ്റ്റർ എന്നോ, അത് പഠിച്ചാൽ മാക്സിമം ഒരു 25 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ സമയം ഇതിന് വേസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ മക്കളെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദ ആൻസർ ഈസ്, ഈ ടോപ്പിക്കിൽ നിന്നും വളരെ ഓരോ ചാപ്റ്ററിൽ നിന്നും വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരുന്നുള്ളത് എന്താണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ആ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ മതി. അതായത് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള പാഠം നിങ്ങൾ ഫുള്ള് പഠിക്കേണ്ട, പകരം എന്താണ്, ഞങ്ങൾ പറയുന്നത് പഠിച്ചാൽ മതി. സാർ, അതെപ്പോഴാണ് പറയുക? അത് ഓരോ പരീക്ഷയുടെ ലൈവിനും ഇപ്പോൾ ഇന്നത്തെ മാത്സിൻ്റെ ലൈവിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്താണ്, ഏറ്റവും തുടക്കത്തിലുള്ള 15 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ഓണപരീക്ഷയുടെ പോർഷൻസ് ഞങ്ങളങ്ങ് പറഞ്ഞു തരും. ഓക്കെ, അതിന് ശേഷം എന്തുള്ളൂ, ക്രിസ്മസ്. ആ 15 മിനിറ്റ് കൊണ്ട് ഇതിൽ വരുന്ന ടോപ്പിക് അരിത്തമെറ്റിക് സീക്വൻസ് 1-2 ചോദ്യങ്ങളാണ് ചിലപ്പോൾ വരിക. ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ഏത് ടോപ്പിക്കെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ സർക്കിൾസ് പറഞ്ഞുതരും, പിന്നെ എന്താണ് സാധ്യതയുടെ ഗണിതം, മാത്തമെറ്റിക്സ് എല്ലാം ഞങ്ങൾ പറഞ്ഞുതരും. കാര്യം സെറ്റ്. അതായത് ചുരുക്കി പറഞ്ഞാൽ, ഇത് മാത്സിൻ്റെ കേസിൽ മാത്രമല്ല മക്കളെ, അതായത് നിങ്ങൾക്കിനി അങ്ങോട്ട് ഡെയിലി പരീക്ഷയാണ്, ഡെയിലി ലൈവുകളാണ്. ഓണപരീക്ഷയുടെ പോർഷൻസ് നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട. ഞങ്ങളുടെ ലൈവിലെ തുടക്കത്തിൽ തന്നെ എന്ത് ചെയ്യും, ഓണപരീക്ഷയുടെ പോർഷൻസ് പറയും. ഇനിയിപ്പോൾ സാർ അത് വന്നില്ലെങ്കിലോ, ഒരു റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. മനുഷ്യന്മാരായാലും കുറച്ചൊക്കെ റിസ്ക് എടുക്കണം. ഇന്നത്തെ ആദ്യത്തെ 15 മിനിറ്റ് നിങ്ങളൊന്ന് ഇരുന്ന് നോക്ക്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ലേ, നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങൾ നാളെ മുതൽ ഈ വഴിക്ക് വരണ്ട. ഞങ്ങളെ ഗ്യാരണ്ടിയാണ്, എൻ്റെ ഗ്യാരണ്ടിയാണ്. സോ റിസ്ക് എടുക്കണോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് റിസ്ക് എടുക്കോ ഇല്ലയോ എന്നുള്ളത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരുടെ ടെൻഷന് മാറട്ടെ. ബൈ.